അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. ചന്തിരൂരിൽ പുലർച്ചെ 2:30 ഗർഡർ സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 3 മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഗർഡറുകൾ കയറ്റുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് കയറ്റി വിടാറില്ല. ഇരു സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷമേ വാഹനങ്ങൾ കടത്തി വിടാറുള്ളൂ. കാരണം നമുക്ക് ഇതിനു മുന്നേ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ, കാരണം അത്രയേറെ ഗർഡറുകൾ ഇതിനകത്ത് മുകളിൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗർഡർ ഒരിക്കലും കടത്താറില്ല. വാഹനം തടഞ്ഞു നിർത്തിയിട്ടാണ് ഗർഡർ കടത്തുന്നത്. ഇതിനെന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവർ പറയുന്നത് ഒരു ജാക്കി വച്ചതിന് ശേഷം ഒരു ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വിശദമായിട്ട് പരിശോധിക്കും. അത് അതിൻ്റെതായ എൻജിനീയേഴ്സ് വന്നാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഒരാളെങ്കിൽ ഒരാളും ഒരു ജീവനും നമുക്ക് പൊലിയാൻ പാടില്ല. അത് നമുക്ക് ഏറ്റവും വലുത് തന്നെ. ഒരു കുടുംബമാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് വലുത് തന്നെ. നമ്മൾ വളരെയധികം വേദനിക്കുന്നുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം പോലീസൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ കളക്ടറിനെ അറിയിച്ചിട്ടുണ്ട്. മിനിസ്റ്ററിൻ്റെ തലത്തിൽ വരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ നിർമ്മാണം പൂർത്തിയാകാനൊക്കെ ഉണ്ടല്ലോ. ഒരു ആശങ്ക നിലനിൽക്കുകയാണല്ലോ. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ വരുമ്പോൾ നമുക്ക് ആശങ്കകൾ കൂടും. ജനങ്ങൾ അതിൻ്റെ അടിയിലൂടെ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുതന്നെയല്ല, ഉത്കണ്ഠയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠയുടെ കാരണങ്ങൾ എൻജിനീയേഴ്സ് വന്നാലേ ഇതറിയാൻ പറ്റുള്ളൂ. ഇതിനെത്രത്തോളം, കാരണം മുന്നേ തന്നെ അറിഞ്ഞതാണ് ഈ ഗർഡർ എന്ന് പറയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. താഴെ കൂടെ വാഹനം പോകുമ്പോൾ ഗർഡർ ഒരിക്കലും വാഹനത്തെ കടത്തി വിടാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് വാഹനം കടന്നു പോയി ഇവർ പറയുന്നത് വച്ചു കഴിഞ്ഞാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിലെത്രത്തോളം അത് ജെനുവിൻ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കും. വെളുപ്പിന് 2:30 മണിക്കായിരുന്നു സംഭവം. സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി വന്നത്. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു ഗർഡർ വണ്ടിയിൽ വേണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് വശം ആൾക്കാർ ഇവിടെ പണിക്കാർ ഓടുന്ന കണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റുള്ളവരുടെ ആക്സിഡൻറ്റ് എന്തോ ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ സംഭവം അതായിരുന്നില്ല. വണ്ടി ആൾക്കാർ നോക്കാൻ വന്നത്. നമ്മൾ നോക്കിയപ്പോഴേക്കാണ് വണ്ടിയുടെ മേലിൽ ഗർഡർ ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരാളുണ്ട്. 2:30 മണിക്കാണ് ആൾ മരിച്ചിരിക്കുന്നതിനകത്ത്. പക്ഷേ ഇപ്പോഴാണ് സംഭവം എല്ലാം ഒരാളോട് എടുത്തു കൊണ്ടുപോകാനൊക്കെ സാധിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി MLA ചോദിച്ചതുപോലെ അത്യധികം ആശങ്കയുള്ളൊരു കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് ഉടനീളം ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ചന്തിരൂരിൽ ഇങ്ങനൊരു ദാരുണമായ അപകടം ഉണ്ടാവുന്നത്. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ പറയുന്ന പോലെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് രാത്രിയൊക്കെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി അവിടെ നിന്ന് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വഴിതിരിച്ചു വിടേണ്ടതാണ്. കാരണം ഈ ഭാഗത്ത് ഈ തലക്ക് മുകളിലായിട്ട് കാണാം ഇത് പാലം നിർമ്മാണം, അത് ഉയരപാത നിർമ്മാണം വേഗതയിൽ പൂർത്തീകരിക്കുന്നുണ്ട്. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യമാണ്. ഈ കാണുന്ന ഗർഡറുകളിൽ ഒന്നാണ് താഴേക്ക് വീണത്. ഈ ഭാഗത്താണ് ഇപ്പോൾ കാണുന്ന ഈ മുകളിൽ കാണുന്ന ഈ ഒഴിഞ്ഞ ഭാഗത്ത് അവിടെ നിന്നാണ് ഗർഡർ താഴേക്ക് വീഴുന്നത്. ഇവർ പറയുന്നത് നേരത്തെ MLA ഡലീമ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ജാക്കി തെന്നി മാറി എന്നതാണ് ഇവരുടെ പ്രാഥമികമായ അനുമാനം. പക്ഷെ അതല്ല, ആ രീതിയിലേക്കല്ല ആ കാര്യങ്ങൾ വേണ്ടത്. കാരണം കൃത്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇവിടെ സ്വീകരിക്കേണ്ടത്. ഈ ഒരു കൂറ്റൻ ഗർഡർ, അത്ര കണക്കിന് ടൺ കണക്കിന് ഭാരമുള്ള ഒരു ഗർഡർ വന്ന് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യത ഇതെല്ലാം തന്നെ പരിഗണിക്കണം. കാരണം താഴെ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന സാധ്യതകൾ കൂടി ഇതെല്ലാം തന്നെ പരിശോധിച്ചും കണക്കിലെടുത്തും വേണം അത്തരം കാര്യങ്ങൾ നിർമ്മാണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം മുൻകരുതൽ എടുത്തിരുന്നില്ല എന്ന് തന്നെയല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം തീർത്തും നിരപരാധിയായ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തുകൂടി വാഹനം കടന്നു പോകുന്നത്. ഇത്രത്തോളം ഈ ഗർഡർ കയറ്റി വെക്കുമ്പോഴാണ് താഴെ കൂടി തന്നെ വാഹനങ്ങൾ കടത്തിവിടുക എന്ന ആ രീതി ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് തീർത്തും അതീവ ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല. ഇപ്പോൾ ഈ താഴെ വീണ ഗർഡർ അത് 2:30 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായതായിട്ട് കണക്കാക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകളുടെ പരിശ്രമം കൊണ്ടാണ് അതിന് ഈ പിക്കപ്പ് വാനിന് മുകളിൽ നിന്ന് ഇത് മാറ്റുന്നത്. കാരണം അതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഇതിൽ നിന്ന് ആളെ പുറത്തേക്ക് എടുക്കുക എന്നതെല്ലാം തന്നെ ഒടുവിൽ ഇതിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഗർഡർ ഉയർത്തി നിർത്തുകയും അതിനുശേഷം
മറ്റൊരു വാഹനം കൊണ്ട് ഇത് കെട്ടിവലിച്ച ഈ ഓട്ടോറിക്ഷ പിക്കപ്പ് വാൻ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം അതിൽ നിന്ന് വെട്ടിപ്പൊളിച്ചാണ് അതിനകത്തുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശിയായ രാജേഷിനെ മൃതദേഹം പുറത്തെടുക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമവും കാര്യങ്ങളുമെല്ലാം ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംബന്ധിയായ ചോദ്യങ്ങൾ തന്നെയാണ് ചുറ്റും ഉയരുന്നത്. കാരണം ഈ കാര്യത്തിൽ ഏത് രീതിയിലാണ് സുരക്ഷാ മുൻകരുതലെല്ലാം സ്വീകരിക്കേണ്ടത് എന്നതാണ്. ഈ കാണുന്ന ഗർഡർ അത് നോക്കുക, എത്ര ഭാരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ തന്നെയും നിരവധിയായ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത്രത്തോളം ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ കൂടിയും പരിസരവാസികൾ പലപ്പോഴും വലിയ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിരുന്നു. അതെല്ലാം തന്നെ അവരൊരു സുരക്ഷ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചാണ്. ചെറുതും വലുതുമായ ചെറിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ളതാണോ? ചെറുതും വലുതുമായ അപകടങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. ഇവിടെയുള്ളതാണോ? നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെയോടുകൂടി വാർത്ത പറഞ്ഞതോടുകൂടി ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വരികയും ഈ പരിസരത്തുള്ളവർ അല്ലാത്തവരുമെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരിൽ പലരും തന്നെ സൂചിപ്പിച്ചത് പലപ്പോഴും ഉണ്ടായിരുന്ന ചെറിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിൽ കൃത്യമായ ഒരു നടപടികൾ എടുക്കാതിരുന്നത് കൊണ്ടാണ്. ഈ ഭാഗത്തുള്ളതാണോ? നേരത്തെ പലപ്പോഴും പല വിധത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഇവർ കാണിക്കുന്നത്. യാതൊരുവിധ മനുഷ്യന് ജീവന് വിലയില്ലാത്ത രീതിയിലാണ് ഇവരുടെ നിലപാട്. ഇവിടെ കുറെ അധികം നാട്ടുകാരും കൂടി ഇതിനകത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതായത് ഈ പണി തുടങ്ങിയ തൊട്ട് ഏകദേശം ഒരു 40-45 പേരോളം ഈ ഒരു ദുരിതത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഭയങ്കരമായ അനാസ്ഥയാണ് സംഭവിച്ചേക്കുന്നത്. കാരണം ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് പിന്നെ പുറത്തുകൂടി ലോഡ് വണ്ടിയായിട്ട് പോകും. ചെയ്യേണ്ട പരിപാടികളാണ്. ഇവരൊന്നും ബ്ലോക്ക് ചെയ്യാതെ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നത്. ഈ പണി ചെയ്യുമ്പോൾ വലിയൊരു ബ്ലോക്കിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഇത് മൊത്തം ഇടിച്ച് താഴെത്തോട്ട് വരില്ല. എന്താ ഉറപ്പ്? ഇവരുടെ പണിയിൽ ഭയങ്കര വീഴ്ചയാണ്. കമ്പി എല്ലാ രീതിയിലും ഇത് വളരെ മോശമാണ് ഇവരുടെ പണി. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പണിയാണ് നടക്കുന്നത്. സാധാരണ റോഡ് അപ്രോച്ച് റോഡ് പണിതിട്ടാണ് സാധാരണ ഇത് പണിത് പോകുന്നത്. അതുപോലും ചെയ്യാതെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അമിതമായിട്ട് പണം ഇവരുടെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. ജനദ്രോഹമാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എല്ലാ വിധത്തിലും. പക്ഷിയെ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. 10-60 പേര് മരിച്ചുവിടാം. ജനത്തിൽ നടക്കാൻ പോലും പറ്റാത്ത റോഡുകൾ. രാത്രി ഇത്രയും വലിയ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവര് എന്ത് ലൈറ്റിലാണ് ചെയ്യണേ? ഒരു ലൈറ്റ് ഇതേ ഇവിടെ ഉണ്ട്, ഒരു ലൈറ്റ് അവിടെ ഉണ്ട്. ഇത്രയും വലിയ 70 ടണ്ണുള്ള 70 ടണ്ണല്ലേ? 70 ടണ്ണുള്ള സാധനം കയറ്റിയിട്ട് ഇതിൽ പണിയുമ്പോൾ ഒരു ലൈറ്റ് ഇവിടെ, ഒരു ലൈറ്റ് അവിടെയാണ്. ഇവർക്ക് എങ്ങനെ ഇവർക്ക് ഈ ജോലി ആണ്? ഒരു ഇത്ര ഇരട്ടത്ത് നിന്ന് ഒരു പണിയുമ്പോഴത്തേക്ക് ഒരു ജാക്കിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പറ്റും. അത്രയ്ക്കൊരു സംവിധാനം ഇല്ലാതാണ് വർക്ക് ചെയ്യണത്. നിങ്ങൾ നേരിട്ട് കണ്ടേ, ഒരു ലൈറ്റ് ഇവിടെ ഉണ്ട്, ഒരു ലൈറ്റ് അവിടെ ഉണ്ട്. ഇതിലാണ് ഇവർ രാത്രി വർക്ക് ചെയ്യണത്. വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. 2 ലൈറ്റ് ഉണ്ട്. 2 ലൈറ്റിലാണ് 100 തൊഴിലാളികൾ ജോലി ചെയ്യണത്. പിന്നെ അപ്പൊ താഴത്ത് വണ്ടി പോണ പോലെ അവര് കാണില്ല. അവർക്ക് കാണാൻ പറ്റില്ല. അവരെ എന്താ പറയാ, ഇത് ഇപ്പൊ 2 ഇടിഞ്ഞ് വീണില്ലേ? 2 ഇടിഞ്ഞ് ഇപ്പൊ അല്ലേ? 2 ഇടിഞ്ഞ് വണ്ടി വട്ടം ഇവരുടെ വണ്ടി തന്നെ 2ആയിട്ട് കണ്ടിച്ചു പോയത് തുറവൂർ ജംഗ്ഷനിലുണ്ടായി കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ്. യാതൊരു സംവിധാനം ചെയ്തു കൊടുക്കണില്ല. പിന്നെ യാത്രക്കാർക്ക് എന്ത് സംവിധാനം ചെയ്യണമെന്ന് പറയാം. ഇവിടെ മനുഷ്യർ എത്ര പേരെ മരിച്ചിട്ടില്ല ഇവിടെ ഈ വർക്ക് ചെയ്യണം. ഈ ജോലിക്കാർക്ക് യാതൊരു സംവിധാനം കൊടുക്കണില്ല ഇവര്. ഒന്ന് രാത്രി 3 മണി 2 മണിയൊക്കെ ഈ കുഞ്ഞു വെളിച്ചത്തിലല്ലേ ഉറങ്ങിപ്പോകും. അങ്ങനെയൊക്കെ പറ്റുന്നതാ. ഇവിടെ ഈ താഴെ കൂടി വാഹനം പോകുമ്പോൾ അത് നിയന്ത്രിക്കാൻ പണി പൂർണ്ണമാകുമ്പോ 5000 പേരെങ്കിലും മരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതാ കോൺട്രാക്ട്. അല്ല, നിയന്ത്രണമില്ലല്ലോ, ഒരു നിയന്ത്രണവും ഇല്ലല്ലോ ഇവിടെ. കാരണം അവർ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാതെ കോൺക്രീറ്റ് ഇടുമ്പോഴൊക്കെ വണ്ടിയുടെ മേളിലേക്ക് വീഴുക. എന്നിട്ട് അവർക്കൊരു ഉത്തരവാദിത്തത്തിൽ ചെന്ന് പരാതിപ്പെട്ടല്ല ഒന്നുമില്ല. പോലീസ് പോലും കേസെടുക്കുന്നില്ല. പോലീസ് എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ ഇപ്പോഴല്ലേ അരൂരൊരു ചെറിയൊരു ബ്ലോക്ക് കുറക്കാൻ വേണ്ടി പോലീസ് നടപടിയെടുത്തത്. ഇത്ര ദിവസം ഏത് കളക്ടർ ആരെങ്കിലും ഇടപെട്ട? ഇങ്ങനെ ഒരുപാട് അപകടങ്ങളുണ്ടായി. 48 മനുഷ്യജീവൻ ഇവിടെ മരണപ്പെട്ട്. ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായി? എന്തെങ്കിലും കാരണങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടെ. എല്ലാ വിധത്തിലും ജനങ്ങളെ ദ്രോഹിക്കുക. ഇതുകൊണ്ട് ഇവിടെ നമുക്കെന്താ ഒരു നേട്ടം? വൻകിട മുതലാളിമാർക്കല്ലാതെ ഇവിടുത്തെ സാധാരണക്കാർക്കോ ഞങ്ങൾക്ക് ആർക്കും ഒരു വരുന്ന തലമുറയിൽ ആർക്കും ഇവിടെ ഈ റോഡ് മേൽപ്പാലം കൊണ്ട് ഒരു നേട്ടവും ഇല്ല. ദ്രോഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇതുകൊണ്ട് കുറെ നാട്ടുകാർ രോഗിയായി. അങ്ങനെ ഒരു ഗുണമുണ്ട് പൊടിയും ഇതൊക്കെ പിടിച്ചുകൊണ്ട്.
വലിയ വിമർശനം ഈ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന ഈ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അതിനോടൊന്നും യോജിപ്പില്ല. ഈ ഒരു വികസനം വരാൻ നേരത്ത് നാട്ടുകാരെ ദ്രോഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ കഥയിരിക്കണത്? ഏതായാലും വലിയ ഒരു സുരക്ഷാ ക്രമീകരണം, സുരക്ഷ ഒരുക്കുന്നതിലുള്ള ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും ആളുകൾ പറയുന്നതും അത് തന്നെയാണ്. മുകളിൽ ഗർഡർ ഉയർത്തുമ്പോഴെല്ലാം തന്നെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇതിൽ താഴെ വാഹനങ്ങൾ പോകുമ്പോൾ അതിന് കടന്നു പോകാവുന്ന ഒരു വഴിയെല്ലാം സൃഷ്ടിക്കേണ്ടതുണ്ട്. അത് കൃത്യമായ ഒരു സുരക്ഷിത പാതയായിരിക്കണം ഇത് കടന്നു പോകുമ്പോഴെല്ലാം സ്വീകരിക്കേണ്ടത്. പക്ഷെ അത്തരത്തിൽ ഒന്നുണ്ടായില്ല എന്നതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു അപകടം. ഈ ഒരു കൂറ്റൻ ഗർഡർ ഇവിടേക്ക് താഴേക്ക് വീഴാനിടയായ കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ, സുരക്ഷാ മുൻകരുതലൊന്നും സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗർഡർ താഴേക്ക് വീഴുന്നതും ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും. ആളുകളുടെ വാക്കുകൾ നേരത്തെ ശ്രീജ കേൾക്കുമ്പോൾ മനസ്സിലാകും. കാരണം നിരവധിയായ അപകടങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരം അപകട സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒന്നും ഒറ്റയായുമുള്ള പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇതിപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരു പടുകൂറ്റൻ ഗർഡർ ഇവിടേക്ക് താഴേക്ക് വീണിരിക്കുന്നു. അതിനടിയിൽപ്പെട്ട ഒരു പിക്കപ്പ് വാൻ അതിൽ അടിയിൽപ്പെടുന്നു. തീർത്തും നിരപരാധിയായ അതിന്റെ ഡ്രൈവർ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ലോഡുമായി വന്ന വാഹനമായിരുന്നു അത് എറണാകുളം മാർക്കറ്റിലെത്തുകയും അതിനുശേഷമാണ് ഇവിടേക്ക് ഈ ദുരന്തത്തിന് ഇരയാകുകയും എല്ലാം തന്നെ ചെയ്തത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രയത്നത്തിന് ഒടുവിലാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം നീക്കം ചെയ്യുകയും എല്ലാം ചെയ്തത്.